വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പഴയ കാലങ്ങളിൽ ക്ലാസ്സൊക്കെ വിട്ട് വരുമ്പം ഉണ്ടാക്കാറുള്ള ഒരു 4 മണി പലഹാരം അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾ പുട്ടുപൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് കറിയൊന്നും വേണ്ട. ഇനി കറി കൂട്ടി കഴിക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല. ചിലരൊക്കെ മധുരം ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളിവിടെ മധുരം ഇട്ട് ഉണ്ടാക്കുന്നില്ല. ഇത് ഉള്ളു നല്ല സോഫ്റ്റും എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആണ്. ഇതിൽ ജീരകമൊക്കെ ചേർക്കുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മളിത് ആവിയിലാണ് വേവിച്ചത്. അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അരക്കപ്പോളം തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് തേങ്ങയുടെ അളവ് നമ്മളെടുക്കുന്ന പുട്ടുപൊടിയുടെ അളവനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് പുട്ടുപൊടിക്കാണ് 1/2 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആ ജീരകമൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 1 കപ്പ് പുട്ടുപൊടിക്ക് 1.5 കപ്പോളം വെള്ളം എടുക്കും. ഇനി പുട്ടുപൊടിയുടെ ഓരോ ഇതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും മാറും. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പം വീട്ടിലുണ്ടാക്കിയ നെയ്യാണിത്. അതാണ് ഇത്രയും കട്ടയായിട്ടിരിക്കുന്നത്. ഈ ഒരു അധികം കളറൊന്നും ഇല്ലാത്ത. ഇനി ഇത് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം ഇടണ്ട. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുട്ടുപൊടിയാണ്. അരിപ്പൊടിയല്ല, പുട്ടുപൊടിയാണ് ചേർക്കുന്നത്. പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണോ ആ ഒരു പ്രത്യേക ടേസ്റ്റ്. അരിപ്പൊടി ആകുമ്പം കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് വരും. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പൊടിയൊന്ന് കുക്കായിട്ട് വരും. നല്ലൊരു സ്പൂൺ കൊണ്ടോ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടി എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, ആ ഒരു ചൂടുവെള്ളം ആയെന്ന് ഉറപ്പ് വരുത്തുക. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഇതിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഇത് കട്ടകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചൂടാറാം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് തന്നെ എടുക്കാം. അപ്പോൾ ഒരുവിധം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ചൂട് നന്നായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കില്ല, ആ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിത് ഒന്ന് ഉരുളകളാക്കി എടുക്കണം. ഇത് നമ്മൾ ആവിയിലും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓരോ അതിൻ്റെ അളവ് നമുക്ക് ഇഷ്ടമനുസരിച്ച് കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് അളവിലാണ് കേട്ടോ ഇതെടുക്കുന്നത്. ഒരു ഉരുള എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് ഇതുകൊണ്ട് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. ഒട്ടും പൊട്ടിപ്പോകുന്നില്ല, എന്നാൽ ഹാർഡായിട്ടുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഇതിപ്പോൾ ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പം അഥവാ പൊട്ടിപ്പോവുകയാണെങ്കിലാണ് നമുക്ക് വെള്ളം എന്താ പറയുക, ഒരുപാട് വെള്ളം മതിയായില്ല എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാൻ വെച്ചിരുന്നു. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ വാഴയിലയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയായിരിക്കും വാഴയില വെക്കുമ്പം. ഇനി അതിലേക്ക് നമുക്ക് ഈ ആവി വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഉരുളകൾ നമുക്കിതിലേക്ക് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ എല്ലാ ഉരുളകളും ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 5-10 മിനിറ്റ് മൂടി കൊണ്ട് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഓൾറെഡി ഇത് കുക്കായതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം.
അപ്പോൾ ദേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് ഞാൻ മൂടി തുറന്ന് കണ്ടതെന്ന് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് നമ്മളുടെ ഉണ്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടപ്പുട്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പുട്ട് സാധാരണ തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ തേങ്ങയും കൂടി കുറച്ചും കൂടി ഇതിൻ്റെ മീതേക്ക് ഇടുന്നതാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നമുക്ക് മധുരം ഇട്ടും കഴിക്കാവുന്നതാണ്. മധുരം ഇടുകയാണെങ്കിൽ നിങ്ങൾ ആ കുഴക്കുന്ന സമയത്ത് ആവശ്യമായ മധുരം ഇട്ട് കൊടുക്കാവുന്ന പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ശർക്കര ഇടുകയാണെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറും. അപ്പം ഇത് നമുക്ക് ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. പണ്ട് ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഇത് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പം അതിൽ മധുരം ചേർക്കാറുണ്ട് കേട്ടോ, ചിലപ്പോഴൊക്കെ മധുരം ചേർക്കാറുണ്ട്. അപ്പം ഇനി നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.